ഇവിടെ ഈ പറയുന്ന ഒരു ഡിസ്ഇൻഫെക്ഷൻ നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അവിടെ എന്താ സംഭവിക്കുക? സ്ക്രൂ ഫിറ്റ് ടെക്നോളജി ഇവിടെ യൂസസ് എ റൊട്ടേറ്റിംഗ് സ്ക്രൂ അല്ലെങ്കിൽ അതിനെ അഗർ എന്നാണ് പറയുക ടു പുഷ് വേസ്റ്റ് ത്രൂ എ ഹീറ്റഡ് ചേംബർ. ഒരു ഹീറ്റഡ് ചേംബറിൽ കൂടെ എന്ത് ചെയ്യുന്നു? എന്താണ് മാർക്കസ് ഗൺ പ്യൂപ്പിൾ എന്ന് പറയുക? 15 to 18 വീക്സ് കേട്ടോ. 15 to 18 വീക്സ് ജസ്റ്റേഷനിലാണ് നമ്മൾ യൂഷ്വലി ഈ ട്രിപ്പിൾ ടെസ്റ്റ് ചെയ്യുക. ഔട്ട്സൈഡ് ദ യൂട്രൈൻ ക്യാവിറ്റി ആണ് ബേസിക്കലി വന്നിരിക്കുന്നത്. മേ ബി ഫെലോപ്പിൻ ട്യൂബിൽ വരാം. ഹൈ ഓൾ, വെൽക്കം ബാക്ക് ടു എജുസ് അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സാധ്യതയുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ഏതൊരു എക്സാമിനും പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കണം അല്ലേ? പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കണം. സോ മേ ബി ചിലപ്പോഴൊക്കെ നമുക്ക് അതുപോലെ സെയിം ക്വസ്റ്റ്യൻസ് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട്. അതേസമയം പലപ്പോഴും നമുക്ക് അതായത് ഒരു പ്രാവശ്യം ചോദിച്ച അതേ ഏരിയയിൽ നിന്നും വേറെ ക്വസ്റ്റ്യൻസ് കിട്ടാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ സിലബസ് കവർ ചെയ്ത് പഠിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് കൂടെ നമ്മൾ നന്നായിട്ട് പഠിക്കുക. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എക്സാം കുറച്ചുകൂടെ ഈസി ആകാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. നമുക്കപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാവേ. ഇതിന് മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻസ് കുറേ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കാവേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ മൈക്രോബയോളജിയിൽ നിന്നാണ്. നോക്കിയേ, നോൺ ബേൺ ഡ്രൈ തെർമൽ ഡിസ്ഇൻഫെക്ഷൻ ഇൻ വിച്ച് വേസ്റ്റ് ഈസ് ഷ്രെഡഡ് ആൻഡ് ഹീറ്റഡ് ഇൻ എ റൊട്ടേറ്റിംഗ് അഗർ ഈസ്. കേട്ടോ, ചോദിച്ചിരിക്കുന്നത് നോൺ ബേൺ, നമ്മൾ സാധാരണ ബേൺ ചെയ്യാതെയുള്ള ഒരു ഡ്രൈ തെർമൽ ഡിസ്ഇൻഫെക്ഷൻ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ മെക്കാനിസം കൂടെ അവർ പറയുന്നുണ്ട്. ഏത് രീതിയിലാണ് ഇവിടെ ഈ പറയുന്ന ഒരു ഡിസ്ഇൻഫെക്ഷൻ നടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അവിടെ എന്താ സംഭവിക്കുക? ഇൻ വിച്ച് ദ വേസ്റ്റ് ഈസ് ഷ്രെഡഡ്. വേസ്റ്റ് എന്ത് ചെയ്യുന്നു? ഷ്രെഡ് ചെയ്യുന്നു. ഷ്രെഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ പീസാക്കി മാറ്റുന്നു. അതുകൂടാതെ ആൻഡ് ഹീറ്റഡ്, അതിനുശേഷം അത് ഹീറ്റ് ചെയ്യുന്നു. പിന്നെ റൊട്ടേറ്റിംഗ് അഗർ. റൊട്ടേറ്റിംഗ് അഗർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ സ്ക്രൂ പോലൊരു സംഗതി കേട്ടോ, അതാണ് ഉദ്ദേശിക്കുന്നത്. സോ എന്തായിരിക്കാം? അതായത് ഒരു നോൺ ബേൺ ആയിട്ടുള്ള ഡ്രൈ തെർമൽ ഡിസ്ഇൻഫെക്ഷൻ ആണ്. അവിടെ വേസ്റ്റിനെ ഷ്രെഡ് ചെയ്യുന്നുണ്ട്, ചെറിയ പീസ് ആക്കുന്നുണ്ട്. അതിനുശേഷം അതിനെ ഹീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഒരു റൊട്ടേറ്റിംഗ് അഗറിൽ ഇട്ട് റൊട്ടേറ്റ് ചെയ്ത് എടുക്കുന്നു. അപ്പോൾ അതെന്ത് പ്രോസസ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മേ ബി നോക്കിയേ, നമുക്ക് പലപ്പോഴും അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് അറിയില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എലിമിനേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യാം അല്ലേ? അതായത് നമുക്ക് അറിയുന്ന ഓപ്ഷൻസ് നോക്കാം, അതാണോ ഇത് എന്ന് നോക്കാം അല്ലേ? ഈ അറിയുന്ന ഓപ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണോ ഈ പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് എലിമിനേറ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് പോകാം. നോക്കി, ഒന്നാമത്തേത് ഇനേർഷ്യസേഷൻ, നമ്മൾ കേട്ടിട്ടുള്ള സംഗതിയാണ് അല്ലേ? ഇനേർഷ്യസേഷൻ എന്ന് പറയുക. രണ്ടാമത്തേത് പൈറോലിറ്റിക് ഇൻസിനറേഷൻ അല്ലേ? പൈറോലിറ്റിക് ഇൻസിനറേഷൻ. അപ്പൊ നോക്കിയേ, പൈറോലിറ്റിക് ഇൻസിനറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്താണ്? ഇൻസിനറേഷൻ നമുക്കറിയാലോ, നമ്മൾ യൂഷ്വലി ബേൺ ചെയ്യുക അല്ലേ? അപ്പൊ നോക്കിയേ, ഇത് അല്ല, കാരണം ഇവിടെ നോൺ ബേൺ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? പിന്നെ ഓപ്ഷൻ സി നോക്കിയേ, മൈക്രോവേവ് ഇറേഡിയേഷൻ. അതായത് ഇവിടെ നമ്മൾ മൈക്രോവേവ് എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്താ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുക. പക്ഷേ ഇവിടെ ഈ റേഡിയേഷനെ കുറിച്ചോ മൈക്രോവേവ്സിനെ കുറിച്ചോ ഒന്നും പറയുന്നില്ല അല്ലേ? അപ്പൊ എന്താണ് ഓപ്ഷൻ സിയും കറക്റ്റ് അല്ല. പിന്നെ ഇനേർഷ്യസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? യൂഷ്വലി നമ്മൾ സാധാരണ സിമെന്റ് പോലെയൊക്കെ ആക്കിയിട്ട് ഈ ആഷ് അങ്ങനെയുള്ള സംഗതികളൊക്കെ നന്നായിട്ട് സിമെന്റ് പോലെ മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു? നമ്മൾ അതിനെ ഡിസ്കാർഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഇനേർഷ്യസേഷൻ എന്ന് പറയുക. സോ അതും ഇവിടെ വരില്ല അല്ലേ? സോ അപ്പൊ എന്തായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? സ്ക്രൂ ഫീഡ് ടെക്നോളജി. അതുകൂടാതെ തന്നെ വേറൊരു ഒരു ടിപ്പ് ഇവിടെ ഉണ്ട്. നോക്കിയാൽ അഗർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ വേർഡ് മീനിങ് എന്താണെന്നറിയാവോ? അതിന്റെ വേർഡ് മീനിങ് സ്ക്രൂ എന്നാണ് കേട്ടോ. അഗർ എന്ന് പറയുന്നതിന്റെ വേർഡ് മീനിങ് സ്ക്രൂ ആണ്. അപ്പൊ നോക്കിയാൽ സ്ക്രൂ ഫീഡ് ടെക്നോളജി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നമുക്ക് ഒന്നുകൂടെ നോക്കാം കേട്ടോ, അതിന്റെ ഓരോ മെത്തേഡ്സും എന്തൊക്കെയാണ് എന്ന് നമുക്ക് ബ്രീഫ് ആയിട്ട് നോക്കിപ്പോ. ഇവിടെ ഓപ്ഷൻ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ ഡി ആണ് കേട്ടോ. നോക്കിയാൽ സ്ക്രൂ ഫീഡ് ടെക്നോളജി. നോക്കിയാൽ ഇതുപോലെ നമ്മുടെ എന്തായിരുന്നു ധാന്യങ്ങളൊക്കെ പൊടിക്കുന്ന മില്ലുണ്ടല്ലോ, അവിടെയൊക്കെ ഇങ്ങനെ ഉള്ള സംഗതികൾ കണ്ടിട്ടുണ്ടാവും അല്ലെ നിങ്ങളെ? സ്ക്രൂ ഫീഡ് ടെക്നോളജി ഇവിടെ യൂസസ് എ റൊട്ടേറ്റിംഗ് സ്ക്രൂ അല്ലെങ്കിൽ അതിനെ അഗർ എന്നാണ് പറയുക ടു പുഷ് വേസ്റ്റ് ത്രൂ എ ഹീറ്റഡ് ചേംബർ. ഒരു ഹീറ്റഡ് ചേംബറിൽ കൂടെ എന്ത് ചെയ്യുന്നു? ഈ റൊട്ടേറ്റിംഗ് സ്ക്രൂ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? വേസ്റ്റിനെ പുഷ് ചെയ്ത് കൊണ്ടുപോകുന്നു. നെക്സ്റ്റ് എന്താ ചെയ്യുക? നെക്സ്റ്റ് പ്രോസസ് ഈസ് ദ വേസ്റ്റ് ഈസ് ഷ്രെഡഡ് ഫസ്റ്റ് കേട്ടോ. ആ വേസ്റ്റിനെ ആദ്യം ഷ്രെഡ് ചെയ്യുന്നു. എന്തിനാണ്? ടു ഇൻക്രീസ് ദ സർഫസ് ഏരിയ. അപ്പോൾ അവിടെ ഡിസ്ഇൻഫെക്ഷൻ കുറച്ചുകൂടെ നമുക്ക് ഈസി ആകുന്നുണ്ട് ഇഫ് യു ആർ ഇൻക്രീസിങ് ദ സർഫസ് ഏരിയ. So is actually considered as a non-burn dry thermal disinfection method. കേട്ടോ, ഇതൊരു non-burn dry thermal disinfection method ആണ്. നെക്സ്റ്റ് നോക്കിയേ, ഇനേർഷ്യസേഷൻ. എന്താണ് ഇനേർഷ്യസേഷൻ എന്ന് പറയുക? പ്രോസസ് ഓഫ് മിക്സിംഗ് വേസ്റ്റ്. യൂഷ്വലി ഫാർമസ്യൂട്ടിക്കൽസ് അല്ലെങ്കിൽ ആഷ് ഒക്കെ എന്തെങ്കിലും നമ്മൾ മിക്സ് ചെയ്യുന്നു വിത്ത് എന്തിന്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യുക? വിത്ത് ലൈക്ക് സിമെന്റ്, ലൈം ആൻഡ് വാട്ടർ കേട്ടോ. സിമെന്റ്, ലൈം, വാട്ടറിന്റെ കൂടെയൊക്കെ ഈ ഫാർമസ്യൂട്ടിക്കൽ വേസ്റ്റ് ഒക്കെ നമ്മൾ മിക്സ് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് ഏകദേശം അറിയാം അല്ലേ അത് ഏതൊരു ഫോമിലാകും എന്നുള്ളത്? ടു മിനിമൈസ് ദ റിസ്ക് ഓഫ് ടോക്സിക് സബ്സ്റ്റൻസ് ലീച്ചിങ് ഇൻ ടു ദ ഗ്രൗണ്ട് വാട്ടർ. അതായത് ഈ യൂഷ്വലി നമ്മൾ ഈ ടോക്സിക് സബ്സ്റ്റൻസ് ഒക്കെ മണ്ണിൽ ഡിസ്കാർഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് യൂഷ്വലി പതിയെ പിയേഴ്സ് ചെയ്തിട്ട് നമ്മുടെ ഗ്രൗണ്ട് വാട്ടറിലേക്ക് അത് എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതൊരു സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആയിട്ട് പിന്നീട് മാറാനുള്ള സാധ്യതയുണ്ട് അല്ലേ? സോ ആ ഒരു ചാൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഇനേർഷ്യസേഷൻ എന്ന് പറയുന്ന
പ്രോസസ് ചെയ്യുക. എന്താ ചെയ്യുക അതിൽ? പ്രോസസ് ഓഫ് മിക്സിംഗ് വേസ്റ്റ് യൂഷ്വലി പറഞ്ഞല്ലോ ഫാർമസ്യൂട്ടിക്കൽസോ ആഷോ ഒക്കെയാണ് നമ്മൾ ചെയ്യുക. എന്തിൻ്റെ കൂടെ മിക്സ് ചെയ്യുക? സിമെന്റ്, ലൈം, വാട്ടർ ടു മിനിമൈസ് ദ റിസ്ക് ഓഫ് ടോക്സിക് സബ്സ്റ്റൻസസ് ലീച്ചിങ് ഇൻ ടു ഗ്രൗണ്ട് വാട്ടർ കേട്ടോ. അപ്പോൾ ഇതിനാണ് നമ്മൾ ഇനേർഷ്യൈസേഷൻ എന്ന് പറയുക. മൂന്നാമത്തെ നോക്കിയാൽ പൈറോലിറ്റിക് ഇൻസിനറേഷൻ. എന്താണ് പൈറോലിറ്റിക് ഇൻസിനറേഷൻ? മെത്തേഡ് ഓഫ് തെർമൽ ഡീകമ്പോസിഷൻ. ഇവിടെ എന്താ നമ്മൾ ചെയ്യുക? ഇതൊരു തെർമൽ ഡീകമ്പോസിഷൻ മെത്തേഡ് ആണ്. ഇറ്റ് യൂസസ് ഹൈ ഹീറ്റ് ആൻഡ് ലിമിറ്റഡ് ഓക്സിജൻ ടു കമ്പസ് ദ വേസ്റ്റ് അല്ലേ. ഇവിടെ നമ്മുടെ വേസ്റ്റിനെ കമ്പസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഹൈ ഹീറ്റ്, ഹൈ എനർജിയിലുള്ള ഹീറ്റ് യൂസ് ചെയ്യുന്നു. അതുകൂടാതെ ഓക്സിജന്റെ അളവ് വളരെ കുറച്ചാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ഇതിനാണ് നമ്മൾ പൈറോലിറ്റിക് അല്ലെ, ഇതിനാണ് പൈറോലിറ്റിക് ഇൻസിനറേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കിയേ, മൈക്രോവേവ് ഇറാഡിയേഷൻ. എന്താണ് മൈക്രോവേവ് ഇറാഡിയേഷൻ എന്ന് പറയുക? സോ നോക്കിയേ, മൈക്രോവേവ് ഇറാഡിയേഷൻ എന്ത് ടൈപ്പ് സ്റ്റെറിലൈസേഷൻ വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. നോക്കിയേ, ഇറ്റ്സ് ആക്ച്വലി യൂസസ് മോയിസ്റ്റ് ഹീറ്റ് കേട്ടോ. ഇവിടെ നമ്മൾ മോയിസ്റ്റ് ഹീറ്റ് അല്ലെങ്കിൽ സ്റ്റീം ആണ് യൂസ് ചെയ്യുക. ആസ് വെൽ ആസ് അതിന്റെ കൂടെ തന്നെ നമ്മൾ മൈക്രോവേവ് എനർജി യൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ടു ഡിസ്ഇൻഫെക്ട് ദ വേസ്റ്റ് കേട്ടോ. ഇവിടെ നമ്മൾ വേസ്റ്റ് ഡിസ്ഇൻഫെക്ട് ചെയ്യാനായിട്ട് നമ്മൾ മോയിസ്റ്റ് ഹീറ്റ്, മൈക്രോവേവ് എനർജി യൂസ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ മൈക്രോവേവ് ഇറേഡിയേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് നോക്കിയേ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ CNS എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം. നോക്കിയേ, പീപ്പിൾസ് അണ്ടർഗോ സീരീസ് ഓഫ് ചേഞ്ചസ് ഡ്യൂറിങ് സെറിബ്രൽ കംപ്രഷൻ കേട്ടോ. ഇവിടെ നോക്കിയേ, സെറിബ്രൽ കംപ്രഷൻ ഉണ്ടാകുന്നുണ്ട്. സെറിബ്രൽ കംപ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് എന്താ ചെയ്യുക? പീപ്പിൾസ് സീരീസ് ഓഫ് ചേഞ്ചസ് അണ്ടർഗോ ചെയ്യുന്നു. സോ ഈ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ്? നോക്കിയേ, ഓപ്ഷൻ ഈസ് മാർക്കസ് ഗൺ പീപ്പിൾ, ഓപ്ഷൻ ബി ഇസ് ഹച്ചിൻസോണിയൻ പീപ്പിൾ, ഓപ്ഷൻ സി ഇസ് എഡീസ് പീപ്പിൾ, ഓപ്ഷൻ ഡി ഇസ് എർഗിൽ റോബർട്ട്സൺ പീപ്പിൾ. ഏതായിരിക്കാം? എന്തെങ്കിലും ഒരു ഐഡിയ? യെസ്, ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക അല്ലെ. ഹച്ചിൻസോണിയൻ പീപ്പിൾ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. പറഞ്ഞുതരാം. നോക്കിയും, ഹച്ചിൻസോണിയൻ പീപ്പിൾ എന്താണ്? പീപ്പിൾസ് ദാറ്റ് ഡൈലേറ്റ് ആൻഡ് ബിക്കം സ്ലഗിഷ് ഓർ ഫിക്സ്ഡ്. ഇവിടെ പീപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? പീപ്പിൾസ് ഡൈലേറ്റ് ചെയ്യുന്നു അല്ലെ. പീപ്പിൾസ് ഡൈലേറ്റ് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ അത് ഒരു സ്ലഗിഷ് റിയാക്ഷൻ തരുന്നു. കൂടാതെ ഈ പീപ്പിൾ ഇവിടെ ഫിക്സ്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാവുക എന്ന് വെച്ചാൽ ഒക്കേഴ്സ് ഡ്യൂ ടു പ്രോഗ്രസീവ് സെറിബ്രൽ കംപ്രഷൻ. അതായത് ഈ സെറിബ്രൽ കംപ്രഷൻ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ഹച്ചിൻസോണിയൻ പീപ്പിൾ ഉണ്ടാവുക. സോ ഈ പറയുന്ന പ്രോഗ്രസീവ് സെറിബ്രൽ കംപ്രഷൻ എങ്ങനെയാണ് ഉണ്ടാവുക? ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് ICP അല്ലെ. ICP ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് പ്രോഗ്രസീവ് സെറിബ്രൽ കംപ്രഷൻ ഉണ്ടാവുക. സോ ICP ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നോക്കിയാൽ ഹെഡ് ഇഞ്ചുറി, ട്യൂമർ, ഹെമറേജ് അല്ലെ. ഹെഡ് ഇഞ്ചുറി, ട്യൂമർ, ഹെമറേജ് ഒക്കെ ആണ് ഈ പറയുന്ന ഇൻക്രീസ്ഡ് ICPയിലേക്ക് നയിക്കുന്ന നമ്മുടെ ഇറ്റിയോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുക. രണ്ടാമത്തെ ഓപ്ഷൻ എന്തായിരുന്നു? നോക്കിയാൽ മാർക്കസ് ഗൺ പീപ്പിൾ അല്ലെ. എന്താണ് മാർക്കസ് ഗൺ പീപ്പിൾ എന്ന് പറയുക? People shows relative afferent pupillary defect കേട്ടോ. ഇതിന് നമ്മൾ RAPD എന്ന് പറയാം. എന്താണ് RAPD കേട്ടോ? RAPD അതായത് റിലേറ്റീവ് afferent pupillary defect usually like this Marcus gun people will occur usually in optic nerve disease കേട്ടോ. optic nerve diseaseലാണ് മാർക്കസ് ഗൺ പീപ്പിൾ ഉണ്ടാവുക. ഇവിടെ എന്താണ് ശരിക്കുള്ള പെത്തോളജി വരിക? the brain thinks the light is dimmer in the affected eye than it actually is. അതായത് നമ്മുടെ ഒരു അഫക്റ്റഡ് ഐയിലേക്ക് ലൈറ്റ് റേസ് വരുന്നുണ്ട് എങ്കിലും ഈ ലൈറ്റ് റേസ് എങ്ങനെയാണ് ബ്രെയിൻ പെർസീവ് ചെയ്യുക? അതായത് വരുന്ന ലൈറ്റ് റേസ് ശരിക്കുള്ള ഇന്റൻസിറ്റിയെക്കാളും ഡിമ്മർ ആയിട്ടാണ് നമ്മുടെ ബ്രെയിന് പെർസീവ് ചെയ്യുക. ഇതാണ് ബേസിക്കലി എന്താണ് ഈ പറയുന്ന മാർക്കസ് ഗൺ കേട്ടോ. മാർക്കസ് ഗൺ പീപ്പിളില് ഉണ്ടാവുക കേട്ടോ. നെക്സ്റ്റ് നോക്കിയാൽ എഡീസ് പീപ്പിൾ. ഇത് എന്താ എഡീസ് പീപ്പിൾ എന്ന് പറയുക? യൂഷ്വലി ടോണിക് കൂടാതെ ഡൈലേറ്റഡ് പീപ്പിൾ വിത്ത് സ്ലോ ഓർ ആബ്സെന്റ് റിയാക്ഷൻ ടു ലൈറ്റ് കേട്ടോ. അതായത് ഒന്നുകിൽ ഈ പീപ്പിള് ലൈറ്റിനോട് റിയാക്ട് ചെയ്യുന്നത് വളരെ സ്ലോ ആയിരിക്കും, അല്ലെങ്കിൽ യൂഷ്വലി ആബ്സെന്റ് അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല. അതുകൂടാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം എഡീസ് പീപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഡൈലേറ്റഡ് പീപ്പിൾ കേട്ടോ. ഡൈലേറ്റഡ് പീപ്പിൾ ആണ് എഡീസ് പീപ്പിൾ നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ ഇവിടെ യൂഷ്വലി പീപ്പിള് ലൈറ്റ് റേസിനോട് റിയാക്ട് ചെയ്യാൻ സാധ്യത കുറവാണ് കേട്ടോ. അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ഇവിടെ കുറഞ്ഞിട്ടാണ് വരിക. അഥവാ റിയാക്ഷൻ ഉണ്ട് എങ്കിൽ തന്നെ അത് സ്ലോ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും. നെക്സ്റ്റ് നോക്കിയാൽ എർഗിൽ റോബർട്ട്സൺ പീപ്പിൾ. എന്താണ്? സ്മോൾ ഇറഗുലർ പീപ്പിൾ ദാറ്റ് അക്കോമഡേറ്റ് നിയർ വിഷൻ. അല്ലെങ്കിൽ ഈ നിയർ വിഷൻ വരുമ്പോഴത്തേക്ക് അവിടെ പീപ്പിൾസ് ചെറുതാകാം, ഇറഗുലർ പീപ്പിൾ ആകാം, പക്ഷെ അവിടെ അക്കോമഡേഷൻ ഉണ്ടാകാം. പക്ഷേ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത് പീപ്പിൾ ഡി നോട്ട് കൺസ്ട്രക്ട് ടു ലൈക്സ് ഇൻ ന്യൂറോസിഫിലിസ്. ഇവിടെ നമുക്കറിയാം അല്ലേ, യൂഷ്വലി നമ്മൾ ലൈറ്റ് റേസ് പീപ്പിൾസിൽ കാണിക്കുമ്പോഴത്തേക്ക് പീപ്പിൾസ് നോർമലി കൺസ്ട്രക്ട് ആകേണ്ടതാണ്. പക്ഷേ ഇവിടെ ലൈറ്റ് റേസിനോട് പീപ്പിൾസ് കൺസ്ട്രക്ട് ആകുന്നില്ല. ഇത് യൂഷ്വലി ഏത് കണ്ടീഷനിലാണ് കാണുക? യൂഷ്വലി ന്യൂറോസിഫിലിസിലാണ് എർഗിൽ റോബർട്ട്സൺ പീപ്പിൾ കാണുക. ക്ലിയർ? നെക്സ്റ്റ് നോക്കിയാൽ നെക്സ്റ്റ് നമ്മുടെ OBG എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. OBG
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ് ഫോർ ദ മാനേജ്മെന്റ് ഓഫ് എൻഡോമെട്രിയോസിസ്? നോക്കിയാൽ എൻഡോമെട്രിയോസിന്റെ മാനേജ്മെന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? ഓപ്ഷൻ ഈസ് ഈസ്ട്രജൻ, ബി ഈസ് ഹ്യൂമൻ മെനോപോസൽ ഗൊണാഡോട്രോപ്പിൻ, ഓപ്ഷൻ സി ഈസ് ഡാനസോൾ, ഓപ്ഷൻ ഡി ഈസ് ഡ്വാഡ്ജാൻ. ഏതായിരിക്കാം നോക്കിയാൽ എൻഡോമെട്രിയോസിസിൽ നമ്മൾ ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ്? വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, സാധാരണ എല്ലാ എക്സാമിനും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. എന്താണ്? യെസ്, ഓപ്ഷൻ സി ഡാനസോൾ അല്ലെ. ഓപ്ഷൻ സി ഡാനസോൾ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ എന്താണ് ഈ പറഞ്ഞ എൻഡോമെട്രിയോസിസ് എന്ന് പറയുക? എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസൻസ് ഓഫ് എൻഡോമെട്രിയൽ ടിഷ്യൂ ഔട്ട്സൈഡ് ദ നോർമൽ യൂട്രൈൻ കാവിറ്റി അല്ലെ. നമ്മുടെ നോർമലി നമുക്കറിയാം എൻഡോമെട്രിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ യൂട്രസിന്റെ ഉള്ളിലാണ് വരിക അല്ലെ. നമുക്ക് അറിയാം യൂഷ്വലി എൻഡോമെട്രിയൽ ടിഷ്യൂ എന്ന് പറയുന്നത് യൂട്രസിന്റെ ഉള്ളിലാണ് വരിക. പക്ഷെ ഇവിടെ ഈ യൂട്രസിന്റെ ഉള്ളിൽ അല്ലാണ്ട് യൂട്രസിന്റെ പുറത്ത് എവിടെ ഈ പറയുന്ന എൻഡോമെട്രിയൽ ടിഷ്യൂ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അതിന് എന്താ പറയുക? അതിനെ നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയും. സോ അതിന്റെ യൂഷ്വലി അതിന്റെ സിംറ്റംസ് എന്തായിരിക്കും? ലൈക്ക് പെൽവിക് പെയിൻ പേഷ്യൻ ഉണ്ടാകാം, ഡിസ്മെനോറിയ ദാറ്റ് ഈസ് പെയിൻ അസോസിയേറ്റഡ് വിത്ത് മെൻസ്ട്രേഷൻ ഉണ്ടാകാം, പിന്നെ കൂടാതെ ദാറ്റ് കൻ ഓൾസോ ലീഡ് ടു ഇൻഫെർട്ടിലിറ്റി അല്ലേ. അത് ഒബ്വിയസ്ലി ഉണ്ടാകും. കാരണം എന്താണ്? ഇവിടെ എൻഡോമെട്രിയൽ ടിഷ്യൂ യൂട്രസിന്റെ പുറത്താണ് ഇരിക്കുക അല്ലെ. നോക്കിയേ ഈ ഒരു ഇമേജിൽ നമുക്ക് ഈ ഒരു ഇമേജിൽ കാണാം. നോക്കിയേ ഇവിടെ എൻഡോമെട്രിയൽ ടിഷ്യൂ എവിടെയൊക്കെ വന്നേക്കുന്നത്? നോക്കിയേ ലൈക്ക് ഔട്ട്സൈഡ് ദ യൂട്രൈൻ ക്യാവിറ്റി ആണ് ബേസിക്കലി വന്നേക്കുന്നത്. മേ ബി ഫെലോപ്പിൻ ട്യൂബിൽ വരാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ യൂട്രൈൻ ക്യാവിറ്റിയുടെ ഔട്ടർ സർഫേസിൽ എവിടെ വേണമെങ്കിലും ഈ പറയുന്ന എൻഡോമെട്രിയൽ ടിഷ്യൂസ് വരാം. അതിനാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുക. സോ ഇവിടെ ഇതിന്റെ ഡ്രഗ് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഡാനസോൾ ആണ്. എന്താണ് ഡാനസോൾ എന്ന് പറയുക? ഇറ്റ്സ് ആക്ച്വലി എ സിന്തറ്റിക് ആൻഡ്രോജൻ അല്ലെ. ഒരു സിന്തറ്റിക് ആൻഡ്രോജൻ ആണ് ഈ പറയുന്ന ഡാനസോൾ എന്ന് പറയുക. ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്? ഇറ്റ് യൂഷ്വലി സപ്രസ് ദ പിറ്റ്യൂട്ടറി ഗൊണാഡോട്രോപ്പിൻ കേട്ടോ. പിറ്റ്യൂട്ടറി ഗൊണാഡോട്രോപ്പിൻ എന്ത് ചെയ്യുന്നു? സപ്രസ് ചെയ്യുന്നു ഡാനസോൾ. അതുകൊണ്ട് എന്താ ചെയ്യുക? ഇൻഹിബിറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് എക്ടോപിക് എൻഡോമെട്രിയൽ ടിഷ്യൂ. അതായത് ഔട്ട്സൈഡ് ദ നോർമൽ യൂട്രൈൻ ക്യാവിറ്റിയിൽ എൻഡോമെട്രിയൽ ടിഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്നു. വൈ ആൻഡ് ഹൗ? Why? Because the drug that we are giving, that is danazole, is a synthetic androgen, and the mechanism of action is it actually suppress the pituitary gonadotropin. അതുകൊണ്ട് തന്നെ ബേസിക്കലി ഈ പറയുന്ന സിംറ്റംസിൽ നിന്ന് പേഷ്യന്റിന് റിലീഫ് കിട്ടുന്നു when we are giving ഡാനസോൾ. നെക്സ്റ്റ് നോക്കിയേ, അഗൈൻ OB എന്നുള്ളൊരു ക്വസ്റ്റൻ ആണ്. 35-year-old primary gravida came to the antenatal clinic at 16 weeks of gestation അല്ലെ. 16 weeks ഗസ്റ്റേഷനിലാണ് വന്നേക്കുന്നത്. ഷീ വാസ് ഇൻസ്ട്രക്റ്റഡ് ടു പെർഫോം എ ട്രിപ്പിൾ ടെസ്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രിപ്പിൾ ടെസ്റ്റ് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ അവിടെ കൊടുത്തേക്കാണ്. ദിസ് ടെസ്റ്റ് ഈസ് യൂസ് ഫോർ ദ ഇവാലുവേഷൻ ഓഫ് എന്ത് ഡിസീസ് കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ വർക്കപ്പ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂഷ്വലി ട്രിപ്പിൾ ടെസ്റ്റ് യൂസ് ചെയ്യുക. ഓക്കെ, ഓപ്ഷൻ ഈസ് ഹൈഡ്രോസിറ്റാലിസ്, ഓപ്ഷൻ ബി ഈസ് ഡൗൺ സിൻഡ്രോം, ഓപ്ഷൻ സി ഈസ് കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം, ഓപ്ഷൻ ഡി ഈസ് ഫീനൈൽ കീറ്റോണിയൂറിയ. എന്തായിരിക്കും ട്രിപ്പിൾ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ. എന്താ? ഓപ്ഷൻ ബി ഡൗൺ സിൻഡ്രോം ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. നോക്കിയാൽ ഇനി നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ കിട്ടണമെന്നില്ല കേട്ടോ, പക്ഷേ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കിട്ടും, അത് ഞാനിവിടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഡൗൺ സിൻഡ്രോം ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ബേസിക്കലി ട്രിപ്പിൾ ടെസ്റ്റിംഗ് നമ്മൾ എങ്ങനെ ചെയ്യുക? വി വിൽ ആക്ച്വലി അസസ് ദ മെറ്റേണൽ സിറം അല്ലെ. മെറ്റേണൽ സിറം ആണ് നമ്മളിവിടെ അസസ് ചെയ്യുക അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുക. യൂഷ്വലി ഇറ്റ് ഈസ് ബിൻ ഡൺ ബിറ്റ്വീൻ 15 to 18 വീക്സ് കേട്ടോ. 15 to 18 വീക്സ് ജസ്റ്റേഷനിലാണ് നമ്മൾ യൂഷ്വലി ഈ ട്രിപ്പിൾ ടെസ്റ്റ് ചെയ്യുക. ഇവിടെ എന്താ നമ്മൾ അസസ് ചെയ്യുക? റിസ്ക് ഓഫ് ഫീറ്റൽ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് അല്ലെ. ഫീറ്റൽ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് അസസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി മെയിൻലി നമ്മൾ ഈ ട്രൈസോമി 21 അല്ലെ. ട്രൈസോമി 21 നമ്മൾ എന്താ പറയുക? ഡൗൺ സിൻഡ്രോം എന്നാ പറയുക അല്ലെ. സോ ഡൗൺ സിൻഡ്രോമിന്റെ റിസ്ക് ആണ് നമ്മൾ യൂഷ്വലി അസസ് ചെയ്യുക. അപ്പൊ നോക്കിയേ, ട്രിപ്പിൾ ടെസ്റ്റ് അല്ലെ. ട്രിപ്പിൾ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ 3 ടെസ്റ്റ് അതിൽ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന്, ഫസ്റ്റ് വൺ ഇസ് ആൽഫ ഫീറ്റോപ്രോട്ടീൻ. യൂഷ്വലി ഇൻ ഡൗൺ സിൻഡ്രോം അല്ലെ. ഡൗൺ സിൻഡ്രോമിൽ ഈ ആൽഫ ഫീറ്റോപ്രോട്ടീൻ കുറവായിരിക്കും. എങ്ങനെ ഓർത്തിരിക്കും? ആൽഫ ഫീറ്റോപ്രോട്ടീൻ അല്ലെ. ഡൗൺ സിൻഡ്രോം, ഡൗൺ എന്ന് പറഞ്ഞാൽ താഴേക്ക് അല്ലെ. അപ്പൊ എന്താണ്? ആൽഫ ഫീറ്റോപ്രോട്ടീൻ ഡൗൺ, താഴേക്കായിരിക്കും. ഇതാണ് ഡൗൺ സിൻഡ്രോമിൽ. നെക്സ്റ്റ് HCG, ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ അല്ലെ. ഇത് ബേസിക്കലി നമ്മുടെ ഡൗൺ സിൻഡ്രോം വരുമ്പോഴത്തേക്ക് അവിടെ ഹൈ ആയിരിക്കും ഈ പറയുന്ന എന്താ HCG അല്ലെ. ഹൈ ആണ് എന്താ നമ്മുടെ HCG കേട്ടോ. HCG എന്താണ്? ഹൈ ആണ് ഇൻ ഡൗൺ സിൻഡ്രോം. നെക്സ്റ്റ് വെച്ചാൽ UE3, ദാറ്റ് ഈസ് അൺകോൺജുഗേറ്റഡ് ഈസ്ട്രയോൾ, എസ്പെഷ്യലി ഇറ്റ് ഈസ് അഗൈൻ ലോ ഇൻ ഡൗൺ സിൻഡ്രോം. അപ്പൊ നോക്കിയാൽ ഡൗൺ സിൻഡ്രോമില് UE3 അൺകോൺജുഗേറ്റഡ് ഈസ്ട്രയോൾ, ആൽഫ ഫീറ്റോപ്രോട്ടീൻ ഇത് രണ്ടും ഡൗൺ സിൻഡ്രോമിൽ കുറവായിരിക്കും. HCG ഹ്യൂമൻ ഗൊണാഡോട്രോപ്പിൻ എന്തായിരിക്കും? ഡൗൺ സിൻഡ്രോമിൽ ഹൈ ആയിരിക്കും. ഓർക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നോക്കിയാൽ ഈ ഒരു ടേബിൾ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചോളണേ, കാരണം ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. നോക്കി നമ്മൾ കണ്ടതുപോലെ ഈ 3 പാരാമീറ്റേഴ്സ് ആൽഫ ഫീറ്റോപ്രോട്ടീൻ, അൺകോൺജുഗേറ്റഡ് ഈസ്ട്രയോൾ, HCG ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന അസോസിയേറ്റ് ഫൈൻഡിങ്സ്. അപ്പോൾ നോക്കിയാൽ ഡൗൺ സിൻഡ്രോം ദാറ്റ് ഇസ് ട്രൈസോമി 21 AFP UE3 ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടിന്റെ ലെവൽ ലോ ആയിരിക്കും. whereas the amount of this HCG human chorionic gonadotropin is high in case of Down syndrome, whereas in case of Edwards syndrome or
ട്രൈസോമി 18 അല്ലെ, ട്രൈസോമി 18 ഓർ എഡ്വാർഡ് സിൻഡ്രോമിൽ എന്താ സംഭവിക്കുക? AFP അൺകോൺജുഗേറ്റഡ് ഈസ്ട്രയോള HCG ഇതെല്ലാം നോക്കിയേ, ഇതെല്ലാത്തിന്റെ അളവ് കുറവായിരിക്കും. ഇതിലാണ് എഡ്വാർഡ് സിൻഡ്രോം. നെക്സ്റ്റ് നോക്കിയേ, ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സിൽ ഈ പറയുന്ന AFP ആൽഫ ഫിറ്റോപ്രോട്ടീന്റെ അളവ് കൂടുതലായിരിക്കും. നോക്കിയാൽ ഇവിടെ കുറവായിരുന്നു. ഡൗൺ സിൻഡ്രോമിൽ ആൽഫ ഫിറ്റോപ്രോട്ടീൻ കുറവായിരുന്നു, എഡ്വാർഡ് സിൻഡ്രോമിൽ ആൽഫ ഫിറ്റോപ്രോട്ടീൻ കുറവായിരുന്നു. പക്ഷേ വേറെ ന്യൂറൽ ട്യൂബ് ഡിഫക്ട്സ്, കുഞ്ഞിന് ന്യൂറൽ ട്യൂബ് ഡിഫക്ട് ഉണ്ടെങ്കിൽ അവിടെ ആൽഫ ഫിറ്റോപ്രോട്ടീന്റെ അളവ് കൂടുതലായിരിക്കും കേട്ടോ, വാല്യൂ ഹൈ ആയിട്ടായിരിക്കും വരിക. സോ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടിയിരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹൈ ഈൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിന്റെ പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് ഇൻ കേസ് നിങ്ങൾ ഇത് കേൾക്കുന്നത് നമ്മൾ എന്താ യാത്ര ചെയ്യുമ്പോഴോ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ കഴിയാത്തൊരു ടൈമിലാണ് കേൾക്കുന്നതെങ്കിൽ വാച്ച് ഫോർ ലേറ്റർ ഇട്ട് വെച്ചിട്ട് കേൾക്കുക. നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നഴ്സിംഗ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ഏതൊരു കുട്ടിയുടെ ഒരു ഡ്രീം ജോബാണ് അസിസ്റ്റന്റ് പ്രൊഫസർ നഴ്സിംഗ് എന്ന് പറയുക. നമുക്ക് ഗസറ്റഡ് പോസ്റ്റ് ആണ് അല്ലെ, ഹെൻട്രി ഗട്ടറിൽ തന്നെ അത്യാവശ്യം നല്ല ഒരു പോസ്റ്റ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുക, നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ പഠിക്കുക. എല്ലാവർക്കും ആൾ ദ ബെസ്റ്റ്.